ഹലോ, ഒരു സിമ്പിൾ അൽഫാം റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് കൈക്ക് വൃത്തിയാക്കിയ ചിക്കൻ ഇതാ നന്നായിട്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല റെഡിയാക്കാം. മിക്സിയുടെ ജാറെടുക്കുക, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. ഞാനിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം അവരുടെയും ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസിലും അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത്, പിന്നെ ഒരു വലിയ തക്കാളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പകുതി ക്യാപ്സിക്കം ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. പിന്നെ മല്ലിയില കൂടി ആഡ് ചെയ്യുക. മല്ലിയില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് ഫുള്ളായി വന്നപ്പോൾ ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി സ്പൈസീസ് കൂടി ആഡ് ചെയ്യാണ്ട് ഇനി അതിലേക്ക്. അപ്പോൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വന്നപ്പോൾ ഈ പരിവാണുള്ളത്. ഇനി നമുക്ക് സ്പൈസീസ് ആഡ് ചെയ്യാം. കുറച്ച് കൂടുതൽ ചെറിയ ജീരകവും അതിൻ്റെ പകുതി കണ്ട് പെരുംജീരകവും ആഡ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടും നമ്മൾ നേരത്തെ പച്ചമുളക് ആഡ് ചെയ്തത് കൊണ്ടും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം കൂടി ഒന്ന് സ്ക്യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ മറന്നിരുന്നു. അതാണിത്: ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് കുരുമുളക്. അതും കൂടി ആഡ് ചെയ്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അൽഫാം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ആ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ അതിലിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ മാത്രമേ മസാല പിടിച്ച് കിട്ടുള്ളൂ. നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ മിക്സാക്കി നമ്മളൊരു എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും നല്ലത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഇതാ ഗ്രില്ലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ടൈമിൽ ഇത് നമ്മൾ ചുട്ടെടുക്കാനുള്ള കനലൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഇപ്പോൾ ഇതാ കനലൊക്കെ അവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചിക്കൻ വെച്ച് അത് മറിച്ചിടുമ്പം ഒന്ന് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചും തിരിച്ചും അങ്ങനെ ഇട്ട് അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അൽഫാം റെസിപ്പി. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.